ഇന്ന് രാത്രി എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ദിവസം ഇതുണ്ടാക്കി നോക്കിക്കോ. അരിപ്പത്തിരിയും തേങ്ങാപ്പാലും ഇച്ചിരി മുട്ടക്കറി. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുള്ളവർക്കറിയാം, ഒന്നോ രണ്ടോ അരിപ്പത്തിരിയിൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. എത്ര ആണെങ്കിലും കഴിച്ചോണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അരിപ്പത്തിരി ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ക്രാക്സ് ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. പണ്ട് എനിക്കൊരു 10 വയസ്സ് പോലും ഇല്ലാത്തപ്പോൾ ഞാൻ 20 കൂടുതൽ അരിപ്പത്തിരി കഴിക്കുമായിരുന്നു, ഇതേപോലെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതെല്ലാം പരത്തി ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അരിപ്പത്തിരി റെഡി. ഇനി ഈ അരിപ്പത്തിരിയുടെ കൂടെ കൂട്ടാൻ നമുക്ക് സിമ്പിളായിട്ടൊരു തേങ്ങാപ്പാൽ തയ്യാറാക്കാം എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങ് തയ്യാറാക്കാനും വേണ്ടി വലിയ പണിയൊന്നുമില്ല. കുറച്ച് നെയ്യിലേക്ക് 2-3 കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ തേങ്ങാപ്പാൽ ഇച്ചിരി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പം ഒരു 1-2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചെറുതായിട്ട് വാട്ടി വെച്ചേക്കുന്ന ആ നെയ്യും കൊച്ചുള്ളിയും കൂടെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അരിപ്പത്തിരിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് ഇതാണ്. ഇതിങ്ങനെ അരിപ്പത്തിരിയുടെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കിടക്കണം, എന്നിട്ട് കഴിച്ച് നോക്കണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയൊന്നും വേണമെന്നില്ല, ഒരു ആർഭാടത്തിന് ഒരു മുട്ടക്കറി ആവാം. ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടമായോ എന്ന് പറ.